62 പരാതികളാണ്. അതിൽ 10 പരാതികൾ ഒത്തുതീർപ്പായിട്ടുണ്ട്. 3 എണ്ണത്തിൽ പോലീസിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മുമ്പാകെ 2 പരാതികൾ അവരുടെ നിയമസഹായം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്മീഷന്റെ മെമ്പർ അഡ്വക്കേറ്റ് കുഞ്ഞായിഷയാണ്. കമ്മീഷന്റെ ഡയറക്ടർ ശ്രീ ഷാജി സുഗുണൻ IPS ഇന്നത്തെ സിറ്റിംഗിലുണ്ടായിരുന്നു. കമ്മീഷന്റെ പാനൽ അഭിഭാഷകരും അതുപോലെ കൗൺസിലിംഗ് ഉദ്യോഗസ്ഥരും കമ്മീഷന്റെ സിറ്റിംഗിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഗാർഹിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് ഏറെയും. അതിൽ മക്കളുടെ ഭാര്യമാർ, ആൺമക്കളുടെ ഭാര്യമാർ അമ്മമാർക്കെതിരായിട്ട് നൽകുന്ന പരാതിയും അതുപോലെ തന്നെ അമ്മമാർ മക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടാനുള്ള പരാതികളും ഇന്നത്തെ സിറ്റിംഗിലും വന്നിട്ടുണ്ട്. ഇതെല്ലാ ജില്ലകളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വനിതാ കമ്മീഷൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം ഇരു കക്ഷികളും കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ട് വേണം രജിസ്ട്രേഷൻ നടത്താമെന്നാണ്. വിവാഹത്തിന് ശേഷമുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ ഏറെയും വ്യക്തമായി 2 കക്ഷികളും തമ്മിൽ പരസ്പര ധാരണയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് നല്ല രൂപത്തിലുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് വേണം വിവാഹം നടത്താൻ എന്നാണ്. മാട്രിമോണിയലിലൂടെ പരസ്യം കണ്ട് വിവാഹം നടക്കുന്നത് എല്ലാം ഒരു സ്പീഡി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിവാഹവും പരസ്പരം മനസ്സിലാക്കാതെയും പരസ്പരം ധാരണയില്ലാതെയും നടത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വലിയ രൂപത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് അടിയന്തരമായും ഈ കൗൺസിലിംഗ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് നമ്മൾ ഓൾറെഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ തൊഴിലിടങ്ങളിൽ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു നിയമം ഉണ്ടെങ്കിലും ആ നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം എല്ലാ സ്ഥാപനങ്ങളിലും ഇനിയും ഉണ്ടായിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ഈ പരാതി പരിഹാര സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അധ്യാപികമാർക്ക് കമ്മീഷനെ സമീപിക്കേണ്ടി വരികയാണ്. അപ്പോൾ അധ്യാപികമാർക്ക് പോലും അതിനെക്കുറിച്ചിട്ട് അവെയറല്ല. ഒരു പരാതി കമ്മീഷന്റെ മുമ്പാകെ എത്തിക്കേണ്ട കാര്യമില്ല. ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം ആ സ്കൂളിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ് വനിതാ കമ്മീഷന്റെ മുമ്പാകെ എത്തുന്നത്. ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും ഈ പരാതി പരിഹാര സംവിധാനം രൂപീകരിച്ചു എന്ന് വരുത്തേണ്ടതുണ്ട് ഗവൺമെന്റ്. അതോടൊപ്പം PTA അധികാരങ്ങൾ സംബന്ധിച്ച് ഒരു സർക്കുലർ ഗവൺമെന്റ് ഓൾറെഡി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് PTA പ്രവർത്തിപ്പിക്കാൻ കഴിയണം എന്നതും അതും ഉറപ്പുവരുത്തണം എന്ന് ഞങ്ങൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പിനോട് ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ പലതവണ ചോദിച്ചതാണ്, പറഞ്ഞതാണ് ഈ ഹർഷിനയുടെ വിഷയം. അവർ ഇന്നലെ വീണ്ടും സർജറി കഴിഞ്ഞിട്ട് ആശുപത്രിയിലാണ്. ക്രൗഡ് ഫണ്ടിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ട്രീറ്റ്മെന്റ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സർക്കാരിൽ ഹർഷിനയുടെ കാര്യത്തിൽ ഹർഷിനയെ ഈ സംഭവം മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്ത സന്ദർഭത്തിൽ തന്നെ ഹർഷിനയെ വീട്ടിൽ പോയി നേരിട്ട് അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അന്ന് തന്നെ ഹർഷിനയ്ക്ക് മുമ്പാകെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്, ആശുപത്രിയിലുണ്ടായിട്ടുള്ള നെഗ്ലിജൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിയമം ഇവിടെയുണ്ട്. ആ നിയമപ്രകാരം ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിക്കാവുന്നതാണ്. അവർ വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് അവർ ഇത്രയും കാലം കഴിയേണ്ടി വന്നിട്ടുള്ളത്. ഈ സർജറിയിലൂടെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് ഒരു തവണ അവർക്ക് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ അത് അവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാർ നഷ്ടപരിഹാരം അവർക്ക് ലഭ്യമാക്കാൻ തയ്യാറായിട്ടുള്ള സ്ഥിതിക്ക് അതിൽ കുറഞ്ഞുപോയി എന്നുള്ളത് ആണ് അവരുടെ ആക്ഷേപമെങ്കിൽ സർക്കാരിന് മുമ്പാകെ തന്നെ അവർക്ക് ഇത് വർദ്ധിപ്പിച്ചു കിട്ടണം എന്നുള്ള ആവശ്യം അവരുന്നയിച്ചോ എന്ന് എനിക്കറിയില്ല. അതവർക്ക് ചെയ്യാവുന്നതാണ്. നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടി കോടതിക്കാണ് ഇനി ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങൾ അവർക്ക് കോടതി മുമ്പാകെയും ഉന്നയിക്കാവുന്നതാണ്. കമ്മീഷൻ നേരത്തെ തന്നെ അവർക്ക് ഏത് തരത്തിലുള്ള നിയമസഹായത്തിനും അവർക്ക് സഹായം ചെയ്തു കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ കേസ് നടത്തുന്നതിന് ഇപ്പം പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് പോലീസ് സംവിധാനത്തിലൂടെ തന്നെയാണ് അവർ ക്രിമിനൽ കോടതി മുമ്പാകെയാണ് അവരുടെ കേസ് ഇപ്പം നിലനിൽക്കുന്നത്. കോടതിക്കാണ് അവർക്ക് നഷ്ടപരിഹാരത്തിന് കൂടിയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് കഴിയുക. അല്ലാതെ സിവിൽ കോടതി
മുമ്പാകെയും അവർക്ക് അത്തരത്തിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നിയമ നടപടി സ്വീകരിക്കാം. അവർക്ക് വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നിയമസഹായം വേണമെങ്കിൽ അതൊരുക്കി കൊടുക്കാൻ വനിതാ കമ്മീഷൻ തയ്യാറാണ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാജ്യം വിട്ടുപോയാണ്. പോലീസ് അന്വേഷണം തൃപ്തികരമാണ്. പന്തീരാവങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഒരു പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി വനിതാ കമ്മീഷന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ലഭിച്ച ദിവസം തന്നെ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പന്തീരാങ്കാവ് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് 498A വകുപ്പ് പ്രകാരം മാത്രമാണ് കേസ് നിലവിലുണ്ടായിരുന്നത്. പിന്നീട് 307 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, വധശ്രമത്തിന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പ്രതി എങ്ങനെയാണ് ദേശത്ത് കടന്നു എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നതാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും പ്രതി രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കാതെ ആ പ്രതിയെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് വനിതാ കമ്മീഷന്റെ നിലപാട്. അത് അന്വേഷണത്തിലൂടെ പോലീസുകാരുടെ സഹായമോ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ വ്യക്തമാവേണ്ടതാണ്. രക്ഷപ്പെട്ടു പോകാൻ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിയമത്തിന്റെ പരിധിയിൽ, നിയമത്തിന് വിധേയമായിട്ടായിരിക്കണം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. നിയമവിരുദ്ധമായിട്ടുള്ള രൂപത്തിൽ അല്ലെ നിയമ സംവിധാനത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ആ തരത്തിൽ വല്ല സഹായവും ആരുടെ ഭാഗത്തെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അത് ആ വിധത്തിലൊരു സഹായം കിട്ടിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സഹായിച്ചത് വലിയ തെറ്റല്ലേ? പോലീസിനെ സസ്പെൻഡ് ചെയ്തല്ലോ, നടപടികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. തെറ്റായതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ സാർ സസ്പെൻഷൻ. തീർച്ചയായിട്ടും മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നതാണ് കമ്മീഷന്റെ. പോലീസിന്റെ അകത്തുനിന്ന് തന്നെ യുദ്ധത്തിൽ പ്രതിക്ക് സഹായം കിട്ടുന്നത് വലിയ തെറ്റല്ലേ? പോലീസിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അതിനും നടപടികൾ സ്വീകരിക്കുമല്ലോ.